PM സമീർ റെഡിയാണോ ഗ്രീൻ ലീഗിന്? റെഡി. സജീവ രാഷ്ട്രീയത്തിലെ ഈ രാഷ്ട്രീയത്തിലെ താഴെയുള്ള നീക്കങ്ങളൊന്നും PM സമീറിന് അത്ര പിടിയില്ലെന്ന് തോന്നുന്നു അല്ലേ? ഉഴപ്പിക്കുന്ന 3 ചോദ്യം ചോദിക്കട്ടെ? ചുമ്മാ പറഞ്ഞ കുഴപ്പിക്കുന്ന ചോദ്യമൊന്നുമില്ല. എന്ത് PM സമീറിനോട് ചോദിക്കാം? ഒറ്റ ചോദ്യമേ ഉള്ളൂ. നാട്ടുകാരൊക്കെ ആദ്യം പറഞ്ഞു നമ്മുടെ നേരെ സ്റ്റേറ്റ് ഒക്കെ ചോദിച്ചേക്കാം അല്ലേ? അങ്ങ് കുഞ്ഞാലിക്കുട്ടിയുടെ നോമിനിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അബ്ദുൾ റഹ്മാൻ രണ്ടത്താണി ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രസ്താവന നടത്തിയത്. ആക്ച്വലി താങ്കൾ ആരുടെ നോമിനിയാണ്? പാർട്ടിയുടെ, മുസ്ലിം ലീഗ് പാർട്ടിയുടെ പ്രവർത്തകൻ എന്നുള്ളതാണ് എൻ്റെ ഡെസിഗ്നേഷൻ. ഏറ്റവും വലിയതും ഞാൻ ഏറ്റവും അഭിമാനിക്കുന്ന ഡെസിഗ്നേഷനും മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രവർത്തകൻ എന്നുള്ളതൊക്കെ. ഇപ്പോൾ പാർട്ടിയുടെ നോമിനി, കുറച്ച് കഴിഞ്ഞാൽ ജനങ്ങളുടെ നോമിനി. ജനങ്ങളുടെ, തിരുരങ്ങാടി മണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങളുടെയും വോട്ടർ ലിസ്റ്റിലുള്ള ആളുകളുടെയും വരുന്ന കുട്ടികളുടെയും ഒക്കെ പ്രതിനിധിയാണ് സമീർ. ഓക്കെ, അങ്ങൊരു സ്ട്രാറ്റജിസ്റ്റ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയേക്കുന്നത്. മാത്രമല്ല വയനാട് മുസ്ലിം ലീഗിൻ്റെ വീട് നല്ല വീടാണ്, നമ്മളത് പലതവണ പറയുകയും ചെയ്തു അല്ലേ? ആ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എത്ര ദിവസം കൊണ്ടാണ് പൂർത്തിയാക്കിയത്? നമ്മളെ 130 ഡേയ്സ് എടുക്കും എല്ലാം കൂടെ. പ്ലാനിങ് സമയത്ത് കുറച്ച് അധികം എടുത്തു. കാരണം പ്ലാനിങ് സമയത്താണ് നമ്മൾ അതിൽ വളരെയധികം മൈക്രോ ലെവൽ വർക്ക് ചെയ്തത്. അതിൻ്റെ ടോട്ടൽ മാസ്റ്റർ പ്ലാന്, ആ മാസ്റ്റർ പ്ലാനിൽ അത് കംപ്ലീറ്റ് ചെയ്യുമ്പം എങ്ങനെ ഉണ്ടാകും എന്നുള്ളത് ശരിക്കും ഒന്ന് വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. ഈ PM സമീർ ആരാണ് എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ. നിങ്ങൾക്ക് അത് അറിയണമെന്നുണ്ടെങ്കിൽ വയനാട് പോയി നോക്കിയാൽ മതി അല്ലേ? പുനരധിവാസത്തിന്റെ ആ ഒരു വേഗതയും അതിന്റെ ഭംഗിയും കണ്ടാൽ അതിന്റെ ആർക്കിടെക്ചർ ടോണിയാണ് അല്ലേ? ടോണി ആണെങ്കിൽ പോലും പക്ഷേ നിർമ്മാണം മലബാർ ടെക്കാണ് അതിന്റെ കോൺട്രാക്ടേഴ്സ്. ഏറ്റവും പ്രധാനമായിട്ട് അതൊരു ടീം വർക്കാണ്. PK ബഷീർ MLA നേതൃത്വത്തിലുള്ള ഒരു സബ് കമ്മിറ്റി അതിന് പിന്നിൽ പ്രവർത്തിച്ച തലയാണിത് എന്ന് പറഞ്ഞാൽ കാര്യങ്ങളൊക്കെ പ്രേക്ഷകർക്ക് ബോധ്യമാവും. അപ്പോൾ മണ്ഡലത്തിൽ എങ്ങനെയുണ്ട് ഫീഡ്ബാക്ക്? എന്നെ ഡിക്ലെയർ ചെയ്ത അന്ന് രാത്രി തന്നെ ഇവര് പ്രവർത്തകരുടെ ഇടയിലേക്ക് വന്നു. എല്ലാ ദിവസവും രാവിലെ റസാഖിനെ പോലെ പുലിക്കുട്ടി കൂടി ഉണ്ടെങ്കിൽ പിന്നെ എന്ത് വേണം? റസാഖ് ഉഷാറല്ലേ? ചൂടുണ്ടോ? ഞങ്ങളെ ഫയറാ, നല്ല ചൂടാ. മോർണിംഗ് 6:15 മണ്ഡലത്തിലെത്തും. 6:30 മോർണിംഗ് വാക്ക് ഒരു പഞ്ചായത്തിൽ അതുണ്ടാകും. അത് കഴിഞ്ഞാൽ 8 o'clock ഗുഡ് മോർണിംഗ് വിത്ത് കാൻഡിഡേറ്റ് ഒരു പ്രോഗ്രാം, വിഷൻ മിഷൻ, ടേബിൾ ടോക്കും ഒരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ്. അത് കഴിഞ്ഞാൽ 9:30 to 10 o'clock വീടുകളിൽ കഴിഞ്ഞ ഈ ദിവസങ്ങളിൽ വളരെ സീനിയേഴ്സ് ആയിട്ടുള്ള കിടപ്പിലായ അസുഖമുള്ള ആളുകളൊക്കെ കണ്ടു. അതോടൊപ്പം തന്നെ ഈവനിങ് ആകുമ്പോൾ പഞ്ചായത്ത് കൺവെൻഷൻസ്, മണ്ഡലം കൺവെൻഷൻ കഴിഞ്ഞു. എല്ലാം ഒരു ഓർഡറിൽ ഇങ്ങനെ ഒരു കോർപ്പറേഷണൽ പ്രൊഫഷണൽ കോർഡിനേഷൻ ഉണ്ടല്ലോ. അവരിന്ന് ഫീൽഡ് അതിനേക്കാളും വലിയ പ്രൊഫഷണൽ സെറ്റപ്പാണ്.